ജാസ്മിൻ 2 ദിവസമായിട്ട് ഇമോഷണലി വീക്കായിട്ടാണ് നിൽക്കുന്നത്. ഈദ് ഡേയ്സിൽ ജാസ്മിൻ്റെ പാരൻസിൻ്റെ വിഷ് ബിഗ് ബോസ് ഹൗസ് സ്ക്രീനിൽ കാണിച്ചിരുന്നു. അതിൽ ജാസ്മിൻ്റെ ഫാദറിൻ്റെ ഫേസ് കണ്ടാണ് പിന്നെ ജാസ്മിൻ വീക്കായത്. ഫാദറിന് ജാസ്മിൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുണ്ടെന്നും ഫേസ് കണ്ടാൽ അറിയാം ഫാദറിന് ജാസ്മിൻ കളിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഗബ്രിയുടെ അടുത്താണ് കരച്ചിൽ. ഗബ്രി അതിനനുസരിച്ച് സംസാരിക്കുന്നുമുണ്ട്. ജാസ്മിൻ ആണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. സമാധാനത്തിൻ്റെ വെളരിപ്രാവാൻ ഒക്കെ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഒന്നും നടക്കുന്നില്ല എന്നു മാത്രം. ഇന്നലെ പവർ ടീമിലേക്കുള്ള അംഗത്തിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. എന്നെ അതിശയിപ്പിച്ചത് ജാസ്മിൻ സെലക്ട് ചെയ്തത് ആളെ കണ്ടിട്ടാണ്. എല്ലാവരും വിചാരിക്കും ജാസ്മിൻ ഗബ്രിയുടെ നെയിമാണ് സെലക്ട് ചെയ്തത് എന്ന്. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ അഭിഷേകിനെയാണ് പവർ റൂമിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. മുമ്പ് ജാസ്മിൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നല്ലോ. അപ്പോൾ ജാസ്മിൻ എന്ന ക്യാപ്റ്റന്റെ വായടപ്പിച്ച് ഇരുത്തിയത് ഇപ്പോഴുള്ള പവർ ടീം അംഗങ്ങളായിട്ടുള്ള അപ്സര, ഗബ്രി ഒക്കെയാണ്. ജാസ്മിൻ വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് തകർത്തത് പവർ ടീമിലെ അംഗങ്ങളാണ്, ഇൻക്ലൂഡിംഗ് ഗബ്രി. ആ സമയത്ത് ഗബ്രി പോലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാകും ഗബ്രിയെ ജാസ്മിൻ സെലക്ട് ചെയ്യാതിരുന്നത്. അതുമല്ല, കളിയൊന്നും മാറ്റിപ്പിടിച്ചേക്കാമെന്ന് ജാസ്മിൻ കരുതി കാണും. ഏകദേശം പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജാസ്മിൻ അറിഞ്ഞല്ലോ. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.